ബിജോ, എത്ര നാളായി മോനെ നമ്മളൊന്ന് കണ്ടിട്ട്? 17 വർഷമായി. 17 വർഷം. ഞാൻ നാട്ടിൽ വരുമ്പോ നീയും ഇല്ല, നീ നാട്ടിൽ വരുമ്പോ ഞാനും ഇല്ല. അതായിരുന്നു സ്റ്റേജ്. വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാനും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. നമ്മുടെ കമ്പൈൻ സ്റ്റഡിയും നമ്മുടെ തർക്കങ്ങളും അതൊക്കെ നല്ല മെമ്മറീസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. എനിവേ, 40ാം പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. അടിച്ചു പൊളിക്കുമോനെ. ഉടൻ തന്നെ നേരിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ see you soon. ഹാപ്പി ബർത്ത്ഡേ വിജയ് ചാച്ച. എന്നാലും 40 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ യൂത്ത് പുറത്തായി. ഞങ്ങള് യൂത്തന്മാരിപ്പോഴും 40. അപ്പോ ഹാപ്പി ബർത്ത്ഡേ വിജയ് ചാച്ച. ഹാപ്പി ബർത്ത്ഡേ. എടാ ബിജു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിന്റെ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കീപ് സ്മൈലിംഗ് and stay healthy, happy and young always. 40 is just a number. Okay? Happy birthday, Manai. Happy birthday, Dabijo. Hi Biju. This is Asha here. Wish you a very happy birthday. May you have many more years of happiness, wealth and health with your family and friends. Enjoy your day. Bye. വിജയ്, നിമ്മിയുടെ കൊലപാതകം ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നല്ലേ നമ്മുടെ നാടകം മെയിൻ സ്റ്റേജിൽ കളിക്കാൻ അവർ അപ്രൂവ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയി. മറ്റേ സബ് സ്റ്റേജിൽ കളിച്ചതിന് കൂവൽ കിട്ടിയതൊന്നും ഒട്ടും കുറവല്ലായിരുന്നു. അത് ഓരോ ഡയലോഗ് അത് കമ്മിറ്റ്മെന്റ് ആവട്ടെ. ഡയലോഗ് എഴുതാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് ആ പഴയ ക്യാൻറ്റീനിൽ പോയിരുന്നിട്ട് അവിടുന്ന് ഡയലോഗ് എഴുതുക. അതൊക്കെ ഒരു കാലമല്ലേ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ 40ാമത്തെ വയസ്സിലേക്ക് പോകുന്ന ബിജോയ്ക്ക് എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. ബൈ ദ വേ, ഇനിയും ഒരു കഥയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പിക്ചർ അഭി ഭി ബാക്കി ഹൈ. Happy birthday, Bijo. Happy 40th birthday. I would not be where I am in life without you. I very much appreciate everything that you do. Your energy and your ability to just take care of things is amazing. May God bless you and your family and all that you do with many more years. God bless. Hi Bijo, happy birthday. So happy to hear that you have reached a major milestone in your life. 40 years is a big thing. So happy to have known you all through these years from high school onwards. Wish you a very happy birthday and a blessed life ahead. Thank you. Hey Bijo, I just want to wish you a happy 40th birthday. As one of the smartest people I know, it's no surprise to see you've accomplished so much at 40. Master's degrees, engineering licenses and certifications, a beautiful home, and a wonderful family. I know all of these things bring you immense satisfaction and fulfillment, but we all know that none of it compares to the joy of winning a 40 call at 56. Here's to hoping that year 40 brings you that same type of joy. Happy birthday, Bijo. Hope you have a wonderful day and year ahead. ബിജോയെ, അങ്ങനെ 40 വർഷം തികയാണ് ഈ ലോകത്ത് പൂജാതനായിട്ട്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു വീഡിയോ ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയ ബിജോയുടെ സ്ഥലത്ത് വെച്ച് ഇങ്ങനൊരു വീഡിയോ ബിജോയ്ക്ക് വേണ്ടിയിട്ട് അയക്കുന്നതിൽ നമ്മുടെ പള്ളിയിൽ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ബിജോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദേവാലയം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി ദൈവം തമ്പുരാൻ തുടർന്ന് വരുന്ന വർഷങ്ങളിലും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നൽകിയ താലന്ത് ഏറ്റവും ഭംഗിയായി ദൈവീകമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ ദിവസങ്ങളിലെല്ലാം ബിജോ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും ഒത്തിരി നന്മകൾ ചെയ്യുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, അങ്ങനെ അനേകം നന്മകൾ ദൈവസന്നിധിയിൽ നിന്ന് ജീവിതത്തിൽ ആർജിച്ചത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ വരുന്ന വർഷങ്ങളെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാ ശുശ്രൂഷകൾക്കും എല്ലാം കൂടുതലായ കൃപകൾ ദൈവം അയച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി 40 വർഷം പൂർത്തിയാകുന്ന ബിജോയ്ക്ക് ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്ന് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സെൻറ് ജോൺസ് ഇടവകയിലെ സകലരുടെയും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകളുടെ വരെ എല്ലാ ആശംസകളും ഇത്തരുണത്തിൽ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ് ബിജോ, എന്തൊക്കെയുണ്ട്? സർപ്രൈസ്! നീ കിളവനാവാൻ പോവാന്ന് ശിരോച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, നിന്നെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്ന്. അപ്പം എനിക്ക് എപ്പോഴും എന്താണ്, നമ്മുടെ സ്കൂളില് നമ്മൾ കൊച്ചില് പോയിട്ട് സ്കൂളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത്. ഏറ്റവും നല്ല മെമ്മറീസ്. അതായത് നമ്മളെ കത്തി വെച്ച നീ, സോണിയ, ഞാൻ, രഞ്ജിത്ത്, രഞ്ജു, നമ്മളെല്ലാവരും കൂടെ എന്നും പോയി വരുന്നത്. അതാണ് ഏറ്റവും നല്ല മെമ്മറീസ് ശരിക്കും. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് 10ലും 12ലും ഞാൻ പറഞ്ഞു മാത്സ് പൊട്ടും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വീട്ടിൽ നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞു. നീ വിളിച്ച്, നീയും ഞാൻ, ജൂബിൻ, ചിഞ്ചു, പിന്നെ എനിക്ക് ഓർമ്മയില്ല ആരൊക്കെ, നമ്മൾ ഇത്ര പേര് ഇരുന്ന് പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ 10ഉം 12ഉം ഞാൻ മാത്സ് പാസ്സായത്. പക്ഷെ അവിടെ വന്ന് ഞാൻ ആന്റി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, പിന്നെ നിജിയായിട്ട് പരദൂഷണം പറയുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്റെ വിശേഷങ്ങൾ അറിയുന്നത് സിജോച്ചാനെ കാണുമ്പോഴാണ്. സിജോച്ചാനെ എപ്പോഴും എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ കാണും, അതുകൊണ്ട് എല്ലാ വിശേഷവും അറിയും. എത്രയും പെട്ടെന്ന് നിന്നെ കാണാൻ പറ്റട്ടെ. അപ്പം വിഷിങ് യു വണ്ടർഫുൾ 40th ബർത്ത്ഡേ. അടിച്ചു പൊളിക്ക്. ഹോപ്പ് ടു മീറ്റ് യു സൂൺ. നിന്റെ ഏറ്റവും വലിയ സവിശേഷത നിന്റെ ചിരിയാണ്. യു ഓൾവേസ് ഹാവ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. അപ്പൊ ഇനി അങ്ങോട്ടും നീ എപ്പോഴും ആ ചിരി എനിക്ക് ഉണ്ടാവട്ടെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ. വിഷിങ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ബൈ, സീ യു സൂൺ. ഹായ് ബിജോ, ഹാപ്പി 40th ബർത്ത്ഡേ ടു യു. കോളേജ് പഠിക്കുന്ന സമയം അന്ന് നിനക്കൊരു ഐഡിയ വന്നു, നിനക്ക് നിൻ്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്യണം. പൊട്ടനായ നീ ഒരു ഐഡിയ പറഞ്ഞു, മണ്ടനായ ഞാൻ അതും കേട്ട് നിൻ്റെ കൂടെ വന്നു. അങ്ങനെ നമ്മൾ ചൈതന്യ ഐ ഹോസ്പിറ്റലിൽ പോയി കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ, നിൻ്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ പോയി. പക്ഷെ അവിടെയുള്ള ഡോക്ടറിന് കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് അയാൾ നിന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. അല്ലെങ്കിൽ നീ നിൻ്റെ 2 കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ എഴുതി കൊടുത്താൽ നീ എഴുതി കൊടുത്തിട്ട് അമേരിക്കയിൽ പോകും. പിന്നെ നിൻ്റെ കണ്ണ് അന്വേഷിച്ച് അവരെൻ്റെ പുറകെ വന്നാൽ എന്തായാലും അതൊന്നും ഉണ്ടായില്ല, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്തിനു നീ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ പോയി എന്നതൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ടാക്കിൾ ചെയ്യുകയാണ് ഈ ബർത്ത്ഡേയിൽ നിൻ്റെ ടാസ്ക്. അതോട്ടേക്ക് എന്തായാലും അന്ന് നിനക്കില്ലാതിരുന്ന മെച്യൂരിറ്റി ഈ 40ാം വയസ്സിൽ നിനക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു 40 വയസ്സിൻ്റെ മെച്യൂരിറ്റിയും, ഒരു 20 വയസ്സിൻ്റെ ആരോഗ്യവും, ഒരു 5 വയസ്സിൻ്റെ ക്യൂട്ട്നെസ്സും, ഒരു 1 വയസ്സിൻ്റെ ഇന്നസെൻസും നിനക്കുണ്ടാവട്ടെ. എൻ്റെ ജീവിതം മുഴുവനും അത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ, ഹായ് ബിജു. ബിജു മോനെ, ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ, ഹാപ്പിയസ്റ്റ് 40th ബർത്ത്ഡേ. ദാറ്റ്സ് എ ഗ്രേറ്റ് മൈൽ സ്റ്റോൺ. ഞങ്ങൾ ആക്ച്വലി ഇന്ന് നമ്മുടെ പള്ളി കഴിഞ്ഞിട്ട് യൂത്ത് ഫോറം റൂമിൽ വെച്ചിട്ട് ഞാനും ടിറ്റുചാനും ലീച്ചാനും ഉമ്മച്ചാനും എല്ലാം കൂടെ ഒരു വീഡിയോ ഒരുമിച്ച് പറഞ്ഞിടണമെന്ന് വെച്ചതാണ്. പക്ഷെ നടന്നില്ല. നമ്മുടെ മെമ്മറീസ് എല്ലാം യൂത്ത് ഫോറത്തിൽ നിന്നാണ് അല്ലേ. ബാക്ക് ഇൻ 20 years ബാക്കിലാണ് നമ്മുടെ ഗ്രേറ്റ് മെമ്മറീസ് എല്ലാം. പറഞ്ഞു തുടങ്ങിയാൽ 1 മിനിറ്റ് കൊണ്ടൊന്നും തീരത്തില്ല. എനിവേ, വിഷിങ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ബി ലൈക്ക് വാട്ട് യു ആർ നൗ. ആ പണ്ടത്തെ പോലെ തന്നെ ഇരുന്നാൽ മതി. ചെയർഫുൾ, ലവിങ്, അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഓക്കെ, വിഷിങ് യു എ മെനി മോർ ഇയേഴ്സ് അഹെഡ്. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ഗ്രേറ്റ് ടൈം അഹെഡ്. Happy birthday, Bejo Johnson. We hope you enjoy your 40th birthday. And we wish you the best. Happiest birthday, Bicha. കസിൻസിൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റായ എൻ്റെയും ഫേവറേറ്റായ ഹാപ്പി ബർത്ത്ഡേ. ബിച്ചാനെ കുറിച്ച് നല്ലത് പറയാം. മുതലേ വളരെ സിമ്പിൾ ആവുന്നതായ പേഴ്സണാലിറ്റിയാണ് ബിച്ചാനെ. ഒരുപാട് സോഷ്യലി കമ്മിറ്റഡ്, ഭയങ്കര ഓണസ്റ്റ് ഉള്ളത്, പേഴ്സണൽ ഭയങ്കര സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് നേച്ചറാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു
ഇച്ചിരി തമാശ രീതിയാണ് നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് സിറ്റുവേഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. എനിക്ക് ഒരുപാട് ക്ലോസ് ആയ ആളാണ്. സ്റ്റേ ദ സെയിം, അത്രയ്ക്കൊരു ജനറോട്ട് നേച്ചറാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയാൻ ക്ലോസ് ആയിട്ടുള്ള എല്ലാവർക്കും വിളിച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റേ ദ സെയിം. നമുക്കൊരുപാട് തമാശകൾ, ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ എണ്ണിയപ്പോഴും തീർത്തില്ല. അതൊക്കെ ഒരു കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരുപാട് ഓർമ്മ. അങ്ങനെ മൈ മോസ്റ്റ് ഫേവറേറ്റ് വിച്ചായന് ഹാപ്പി 40th ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബിജോ. അളിയ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബിജോ. ഹാപ്പി ബർത്ത്ഡേ. 40s ഇനി 20s എന്നൊക്കെയാ പറയുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് എത്തിയിട്ടില്ല. സോ ഇങ്ങനെയാണെന്ന് പറയണേ. ശരി, ബൈ ബൈ. Hi Bijo, many happy returns of the day. Welcome to the 40s Club. You are an amazing human being and I wish only wonderful things in your life. May God bless you. Enjoy the day, bro. Happy 40th birthday ബിജോ മോൻ. May God bless you abundantly. 4 പേരെയും കൂടി ഇരുത്തി 1 2 3 4 എന്ന് പറഞ്ഞ് ബോൾ ഉരുട്ടിത്തരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. Happy birthday Bijo. We wish you all the best. You are reached 40. We wish you all the best. എൻ്റെ പ്രിയ സുഹൃത്ത് ബിജോ നാളെ 40 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ബിജോ ഈസ് നോട്ട് ജസ്റ്റ് എ ഫ്രണ്ട് ടു മീ ബട്ട് റാദർ ഹീ ഈസ് എ ലിറ്റിൽ ബ്രദർ ടു മീ. എൻ്റെ മിനിസ്ട്രിയിലെ പല ആവശ്യങ്ങളിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കുവാനും ബിജോ എപ്പോഴും തുനിഞ്ഞിട്ടുണ്ട്. അത് ദൈവം പ്രത്യേകമായി ബിജോയിൽ കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആസ് വി കം ടുഗെദർ ടു സെലിബ്രേറ്റ് happy birthday of our dear brother Bijo, I wish him all blessings from God and I pray to God to continue to bless him all throughout his life. പ്രിയപ്പെട്ട സഹോദരൻ ബിജോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിലൊരു വാക്യം ഓർക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാകുന്നു. ബിജോയെ ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സമൂഹത്തിനു വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ എന്നും വിശ്വസ്തനായി അവരുടെ ഒരു നല്ല സുഹൃത്തായി നിലകൊള്ളുവാൻ ദൈവം വിളിച്ചു. ആ വിളി വളരെ ഭംഗിയായി കേട്ടുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുവാനായിട്ട് ബിജോയ്ക്ക് സാധിക്കുന്നു. വൺസ് അഗെയിൻ ഐ വിഷ് ഹിം all blessings from God and I wish him a happy birthday, dear Bijo. Hi Bijo, wish you a happy birthday. ബിജോ, ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ ദി ഇയേഴ്സ്. ബിജോ ഡേ സർപ്രൈസ് ആയോ അളിയാ? ആയില്ലെങ്കിൽ ആയതുപോലെ അഭിനയിക്കുക കുറച്ചു നേരം. ഓക്കെ, നാറ്റിക്കല്ലേ. പിന്നെ നിനക്ക് 40 വയസ്സായോ? സോ ഫാസ്റ്റ് മാൻ. കണ്ടൊരു 30-35, അതിനപ്പുറം ഇല്ല. അടിച്ചു പൊളിക്ക്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻജോയ് യുവർ ഡേ. എൻ്റെ 40 വയസ്സും നിന്റെ 50 വയസ്സും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കണം അമേരിക്കയിൽ, കേട്ടാ. പിന്നെ ഷീച്ചാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര സർപ്രൈസുകളൊക്കെയാണ് പുള്ളി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അടിച്ചു പൊളിക്കുക. പ്രിയപ്പെട്ട ബിജോയ്ക്ക് 40ാമത് ജന്മദിന ആശംസകൾ നേരുന്നു. ഞങ്ങൾക്കൊരു മരുമോൻ എന്നുള്ള നിലയിൽ എപ്പോഴും ബിജോയെ പറ്റി ഞങ്ങൾക്ക് ആദരവും അഭിമാനവും മാത്രമേ ഉള്ളൂ. മാതാപിതാക്കൾക്ക് നല്ലൊരു മകനാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മരുമകനാണ്, മകൾക്ക് നല്ലൊരു ഭർത്താവാണ്, മക്കൾക്ക് നല്ലൊരു പിതാവാണ്, സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനാണ്, സുഹൃത്തുക്കൾക്ക് നല്ലൊരു സുഹൃത്താണ്. എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയുള്ള ഒരാളെ പലപ്പോഴും ബിജോയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജന്മദിനത്തിലെ എല്ലാ ആശംസകളും നേരുന്നു. ദീർഘകാലം സന്തോഷത്തോടു കൂടി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ദൈവം നമ്പുരാൻ ആയുസ്സ് നീട്ടി തരട്ടെ എന്ന് ആശംസിക്കുന്നു.
ഞങ്ങളുടെ പ്രിയപ്പെട്ട മകന് 1000 ജന്മദിനാശംസകൾ. Hello, Bijo. Happy 40th birthday. As you celebrate another year in your life, I pray that God's choicest blessings will be with you. We've known each other since 2nd grade, and it has been truly a blessing to have you in my life. May God keep you and your family in the years to come. May God bless. ഞാൻ കണ്ട ആ 7 വയസ്സുകാരൻ്റെ നിഷ്കളങ്കത ഈ 40ൻ്റെ നിറവിലും സൂക്ഷിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച ബിജോയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. Happy birthday. Happy birthday, dear Bijo. You are one amongst the most beloved souls in my life. Wishing you all blessings from our Heavenly Father. Keep going. Love you so much. Happy birthday, Bijo Kutta. We love you a lot because you are very simple, you are very caring, you are so adorable. We wish you all the best. As a family, we always pray for you. Wishing you all the best. Coming years, be blessed, having all the blessings from the heaven. Happy birthday. Love you. മോനെ ബിജോ, വിഷ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നീയും നിൻ്റെ ചേട്ടനും എഴുതി വെച്ചാൽ 40 കഴിഞ്ഞു അല്ലേ? ബാക്കി ഞങ്ങൾ 6 പേര് 37, 38 ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഒരു 2-3 വർഷത്തിനകത്ത് 40 കടക്കും. പിന്നെ ഇത് ഓർത്ത് വിളിച്ചതിന് എൻ്റെ ഗിഫ്റ്റ് നമുക്കിങ്ങനെ അയക്കണം. ഇനി അഡ്രസ്സ് ഇല്ലായിരുന്നെന്നൊന്നും പറയേണ്ട, അഡ്രസ്സ് ഈ കൂട്ടത്തിൽ അയക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല മോനെ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും അന്വേഷണം പറയുക. ഒരിക്കൽ കൂടെ വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ബിജോ, ഹാപ്പി ബർത്ത്ഡേ അളിയാ. 40 നോട്ടി 40. എന്താണ് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു മിനിറ്റിൽ പറയാന്ന് പറഞ്ഞു. ലൈക്ക് സ്കൂളാണ് ഓഫ് കോഴ്സ് ഫസ്റ്റ്. നിന്റെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഫെയർവെല്ലിന് പോകുന്നു. അതാണ് ഫസ്റ്റ് മെമ്മറി. ഐ ഹാഡ് ദാറ്റ് ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്താ ഫോട്ടോ ഇട്ട് ചേട്ടൻ ആ ഫോട്ടോയിൽ നീ ഇല്ല. ആക്ച്വലി നിന്റെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. ഐ ഗെസ് യു ക്ലിക്ക് ദാറ്റ് ഫോട്ടോ. പിന്നെ ഓഫ് കോഴ്സ് കോളേജ് ആൻഡ് ദെൻ ഞാൻ US വന്നപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചു. ഐ ഗോട്ട് introduced to a wonderful family. നിന്റെ ചേട്ടൻ, പേരൻസ്, അങ്കിൾ, ആൻറ്റി, കസിൻസ്. അങ്കിളുടെ പേര് മറന്നായി. വാഷിങ്ടണിലുള്ള അങ്കിള്. അവിടെ പോയി ചീട്ടുകളി, വീട്ടിലുള്ള ചീട്ടുകളി, മരം മുറി. ഓഫ് കോഴ്സ് സോ മെനി ഗുഡ് മെമ്മറീസ്. ടേക്കൻ കെയർ. ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഓൾവേസ് ഐ എം ഷുവർ യു വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം. നീ പള്ളിയിൽ അച്ഛനാകുമെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. എനിവേസ് യു ഡിഡ്ന്റ് ഡു ദാറ്റ്. സോ stay the same. Happy birthday, man. Keep in touch. Bye-bye. മോനെ, ഹാപ്പി ബർത്ത്ഡേ. ഹായ് ബിജോ. അങ്ങനെ മകനും 40 എത്തി. പ്രായമായി മോനെ, പ്രായം. 40 is a new 20 എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞ് ആശ്വസിക്കാം. ഞങ്ങൾ 3 പേര് കടന്നു പോയതുപോലെ ചിറ്റാൻ മുതൽ ഇങ്ങ് കുപ്പിച്ച വരെ. വെൽക്കം ടു ദ 40s ക്ലബ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. May the Almighty God bless you abundantly. Have a nice celebration. Enjoy. ഹാപ്പി ബർത്ത്ഡേ ബിജോ. 40കളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ബിജോയ്ക്ക് ഷാർലറ്റിൽ നിന്നുള്ള ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ബർത്ത്ഡേ വിഷസ്. Happy birthday, Bijo. God bless you and grant you many more wonderful, happy years ahead. ബിജോയെക്കുറിച്ച് ഒരു വാക്കിൽ പറയാനാണെങ്കിൽ ഹീസ് എ മാൻ വിത്ത് വെരി ലിമിറ്റഡ് വേർഡ്സ് ബട്ട് വെരി സിൻസിയർ പേഴ്സൺ. കൂടെ എപ്പോഴും നമ്മുടെ ബലമായിട്ട് നിൽക്കും എന്ന് കരുതപ്പെടുന്ന ഒരു കുടുംബാംഗമാണ് ബിജോ. ദൈവം ആയുസ്സും ആരോഗ്യവും തരട്ടെ. ഓൾ ദി ബെസ്റ്റ് ബിജോ. ഹാപ്പി ബർത്ത്ഡേ ബിജോ മോനെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നിന്റെ ജന്മദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം കൂടുതലായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ജന്മദിന ദിവസത്തിൽ അച്ഛൻ നിനക്കൊരു വേദവാക്യം ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 103 സങ്കീർത്തനം 1 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 40 വയസ്സിലേക്ക് നീ പ്രവേശിക്കുകയാണ്. 40 എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു വർഷമാണ്. 40 ദിവസത്തെ ഉപവാസം കൊണ്ട് അമർത്യത നേടിയ വിശുദ്ധന്മാരെ നാം വായിക്കുന്നു. 40 വർഷം മരുഭൂമി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ച ദൈവജനത്തെ നാം കാണുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ 40മായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി, ഒരു സിഗ്നിഫിക്കൻസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മനുഷ്യ ജീവിതയാത്രയിൽ 40 വയസ്സിലേക്കുള്ള പ്രവേശനം വളരെ പ്രാധാന്യമുള്ളതാണ്. ആയതുകൊണ്ട് പുതിയ ഒരു മുഖം, പുതിയ സാധ്യതകൾ ജീവിതത്തിലേക്ക് ദൈവം തുറന്നു തരുന്ന ഒരു അവസരമാണ്. നിന്റെ ബാല്യത്തെ ഞാൻ ഓർക്കുന്നു. നീ ഒരുപക്ഷെ ഈ നിങ്ങളുടെ തലമുറയിലെ കാരക്കൽ ജനിച്ച ആദ്യത്തെ വ്യക്തി നീയാണ്. ഷിജോ മോന് നൈജീരിയയിലാണ് ജനിച്ചത്. നീ നിന്റെ ബാല്യത്തിൽ നീ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്തുമൊക്കെ ചേട്ടൻ ഷിജോയുടെ കൈ പിടിച്ച് നീയും നിന്റെ കൈ പിടിച്ച് നിജുമോളും ഒക്കെ സ്കൂളിൽ പോകുന്ന ബാല്യമൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മളെയൊക്കെ നമ്മൾ നോക്കുമ്പം നമ്മളിലും നമ്മുടെ മക്കളിലും ഒക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ പൂർവികരുടെ മുഖവും ഛായയും ഒക്കെ ഉണ്ട്. അവരുടെ ജീവിതവും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ രീതികളും ഒക്കെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. കാരക്കലെ അപ്പച്ചനെ, അതായത് ഞങ്ങളുടെ അപ്പനെ, നിന്റെ അപ്പച്ചനെ ഒരുപാട് രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാങ്ക്ടിറ്റി, ഒരു സിൻസിയറിറ്റി, ഒരു സൈലൻസ് ഒക്കെ നിന്നിലുണ്ട്. അത് തീർച്ചയായിട്ടും മക്കളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. നിന്നെ, നിന്റെ കുടുംബത്തെയും നിനക്ക് കൂട്ടായി ദൈവം തന്ന പ്രിയ സ്മിതയെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ദൈവം സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങൾക്ക് ദൈവം നന്മകൾ ചെയ്യട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദിസ് ഡേ. ഇന്ന് ബിജോയുടെ 40ാമത്തെ പിറന്നാൾ ആണ് എന്ന് മനസ്സിലാക്കുന്നു. ബിജോയുടെ പിറന്നാളിന് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുന്നു. 112 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹൂ ഫിയേഴ്സ് ദ ലോർഡ്. ബിജോയെ പറ്റി എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന വാക്യം അതുതന്നെയാണ്. ദൈവത്തെ ഭയമുള്ള ഒരു യുവാവായിട്ടാണ് ഞാൻ ആദ്യം മുതലേ ബിജോയെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഞാൻ അമേരിക്കയിൽ വന്ന നാളുകൾ മുതൽ ബിജോയെ കാണുകയും അടുത്തിടപെടുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഓറഞ്ചുബർഗിൽ ചെല്ലുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ സമയത്ത് 26-27 വയസ്സുള്ള ഒരാള് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. ഹീസ് എ മാൻ ഓഫ് ഡ്രീം. തനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മുന്നിൽ നേടിയെടുക്കണം, അതേതെല്ലാം രീതിയിൽ ചെയ്യണം എന്നൊക്കെ നല്ലതായിട്ട് ഡ്രീം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന എ മാൻ ഓഫ് ഡ്രീം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. സ്വപ്നങ്ങൾ കാണുവാനായിട്ട് കഴിവുള്ളവർക്ക് മാത്രമേ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബാറക് ഒബാമ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. യു ഹാവ് ടു ഹാവ് എ ഡ്രീം. സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യർക്കാണ് ലോകത്തെ മാറ്റിമറിക്കുവാനായിട്ട് കഴിവുള്ളത്. അദ്ദേഹം കണ്ട സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ബിജോയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യമായിട്ടും ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹി ഈസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക്. നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് ബിജോ എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓറഞ്ചുബർഗിന്റെ പള്ളിപണിയുടെ സമയത്ത് രാവിലെ ജോലിക്ക് പോകും, 3-3:30 ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ എത്തിച്ചേരും. ആ പള്ളിയിലുള്ള എല്ലാവരുടെ ചേർന്നാണ് ആ പള്ളി പണിത് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമായൊരു കാര്യമാണ്. എല്ലാവരുടെയും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് 3 മണി മുതൽ ഏകദേശം 10-11 മണി വരെ രാത്രി പണിയുമായിരുന്നു. അങ്ങനെ പണിതുകൊണ്ടിരുന്ന
ഒരു ചെറുപ്പക്കാരനായിരുന്നു ബിജോ എന്നുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പണികൾക്ക് ആവശ്യമായ ഹെൽപ്പ്, അത് റൂഫേ കയറുന്നതിനാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എന്ത് പണികൾ ചെയ്യുന്നതിനും തയ്യാറെടുപ്പുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെയാണ് അന്ന് മുതൽ ഞാൻ കാണുന്നത്. മിഷൽ ഒബാമ പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയം എന്നത് നിങ്ങളുണ്ടാക്കുന്ന പണമല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന മാറ്റമാണ്. പണമുണ്ടാക്കുവാനായിട്ട് പലർക്കും പറ്റിയെന്നിരിക്കും, പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് അത് ചിലർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. വിജയെ സംബന്ധിച്ചോളം എ മാൻ ഓഫ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞതിൻ്റെയും റീസൺ അത് തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുക സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ, ഞാൻ ആ പള്ളിയുടെ വികാരിയായിരിക്കുന്ന സമയത്ത് അതിനുശേഷം ഒക്കെ അനേകം പേരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പറയുന്നത്. അത് കൂടെ ചേർന്ന് വന്ന സ്മിതയും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹീ ഈസ് എ മാൻ ഹു ഈസ് റെഡി ടു വോക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കഴിവുള്ള ഒരു യുവാവാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വർഷങ്ങളിലും ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് ഒരു സങ്കീർത്തനം വായന പള്ളിയിലുണ്ട്. സന്ധ്യാനമസ്കാരത്തോടുകൂടി ആ ദുഃഖവെള്ളിയാഴ്ചയുടെ സങ്കീർത്തനം വായന തുടങ്ങും. അത് തുടങ്ങിയാൽ രാത്രി ഏകദേശം 12-1 മണി വരെയൊക്കെ ചിലപ്പോൾ നീണ്ടുപോകും. മുഴുവൻ സങ്കീർത്തനങ്ങളും വായിക്കും. അത് വായിക്കുവാനായിട്ട് മോനിച്ചാൻ്റെ കൂടെ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു യുവാവായിരുന്നു ബിജോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാത്രി മുഴുവനും ഇരിക്കും പ്രാർത്ഥിക്കുവാനായിട്ട്, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് വേദപുസ്തകം വായിക്കുവാനായിട്ട്. അതുതന്നെയാണ് വർഷാരംഭത്തിൻ്റെ നടക്കുന്ന ആദ്യത്തെ ദിവസം ഡിസംബർ 31 രാത്രിയിൽ പുതുവർഷത്തെ വരവേൽക്കുന്നതും അങ്ങനെ ഒരു സങ്കീർത്തനം വായനയിൽ കൂടിയാണ്. പുതുവർഷത്തെ സ്വീകരിക്കുന്നത് മിക്ക വർഷങ്ങളിലും ബിജോ അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തെ ഏൽപ്പിച്ച പല മേഖലകളുണ്ട്. സൺഡേ സ്കൂള്, ഞാൻ അവിടെ ചെല്ലുമ്പോഴേ സൺഡേ സ്കൂള്, മാനേജിംഗ് കമ്മിറ്റി, ഇടവകയുടെ സെക്രട്ടറി സ്ഥാനം, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ മെമ്പറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. എവിടെ സേവനമനുഷ്ഠിച്ചാലും തൻ്റേതായ ഇൻപുട്ട് അവിടെ കൊടുക്കുവാനായിട്ട് കഴിവുള്ള ഒരാളാണ് ബിജോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിലൊക്കെ അത് കോളേജ് തലങ്ങൾ മുതൽ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്നുള്ള സഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനായിട്ട് ഇങ്ങനെയൊക്കെ ബിജോയെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി ആശംസകളുണ്ട്. 40ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ബിജോയ്ക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ ബിജോയ്ക്കും സ്മിതയ്ക്കും നൽകട്ടെ. ബിജോയെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മോനിച്ചാനും മാമയ്ക്കും പ്രത്യേകമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ബ്രദറായിരിക്കുന്ന ഷിജോ, അതുപോലെ തന്നെ സിസ്റ്ററായിരിക്കുന്ന നിജി, എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. കുടുംബത്തെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. Happy 40th, Bijo Chacha. Happy birthday, Bijo Chacha. Wishing you all the best. Congrats from South Carolina. Happy birthday, Bijo Chacha. Happy birthday, Bijo Chacha. Happy birthday, Bijo Chacha. Happy birthday, Bijo Chacha.